ലൈവ് പോയാലോ? എത്ര ഓവറാവുണ്ടല്ലോ ക്ഷമിക്കാം. സോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നാരും പറയണ്ടാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇന്ന് വീക്കെൻഡ് ആണ്, സൺഡേ ആണ്. സോ ലൈക്ക് ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ. ഉണ്ടാക്കി വരുമ്പോൾ എന്താവും നമുക്കറിയില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ പൊടിഞ്ഞി. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത് കോളിഫ്ലവർ ഒരു നല്ലൊരു സോസ് ഒക്കെ വാങ്ങിയപ്പോ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം. ദെൻ പിന്നെന്താ ബിരിയാണിയുടെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാം. രണ്ടും മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. ഫ്രൈഡ് റൈസും അല്ല, ബിരിയാണി അല്ല, അങ്ങനത്തെ രീതി ചോറ് എനിക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാരണം എന്റെ രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നാരും പറയണ്ട. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് ഇഷ്ടമായിരിക്കും നമ്മള് ഫുഡും ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോവാം. ബട്ട് ഇപ്പൊ സമയം ഐ തിങ്ക് ഒരു 8:30 ആയിട്ടുണ്ടാവും. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഇത് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ല. അപ്പൊ നമുക്ക് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അത്ര ശരിയാവാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു വാട്ടർമെലൻ ഉണ്ട്. അപ്പൊ വാട്ടർമെലൻ നമുക്കിപ്പോ കഴിക്കാം. അപ്പൊ നമുക്ക് ഒരു എനർജി കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ, ദിസ് ഈസ് മൈ വാട്ടർമെലൻ. എത്ര ഓവറാവുണ്ടല്ലോ ക്ഷമിക്കാം. നമുക്ക് ലഞ്ച് ബോക്സ് എടുക്കാം. അപ്പൊ നമ്മള് ലഞ്ച് ബോക്സ് നമ്മൾ കഴുകിട്ട് വരാം. ഓക്കെ, നമ്മളെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ ഓക്കെ ഞാൻ ഇറങ്ങിക്കണം സംസാരിക്കുമ്പോൾ. ഓക്കെ, ഞാൻ ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ട്. ബട്ട് എനിക്ക് അത് ഇതുവരെ കിട്ടില്ല. ഇതിന്റെ അടുത്ത് വരെ വന്നിട്ട് പോലും അവന് ഞാൻ 5-ാം തീയതി കിട്ടുമെന്ന് പറയണം. എനിക്കറിയില്ല. സോ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു കത്തിയാണ് വേണ്ടത് ഇതെടുക്കാനായിട്ട്. കത്തിന് വെള്ളം വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം സമയമൊക്കെ എടുക്കും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വാട്ടുന്നത്. രാവിലെ എല്ലാവരും കുറെ പേരുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യണം. ഞാനങ്ങനെ ചെയ്തില്ല. പക്ഷെ എനിക്ക് നല്ല വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തലകറക്കൊക്കെ ചെയ്യും. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കഴിക്കാം. എനിക്ക് അറിയില്ല വാട്ടർമെലൻ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. കുഴപ്പമില്ല, ഫ്രൂട്ട്സ് അല്ലേ. ലൈക്ക് നമ്മൾ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളതല്ല, നമ്മൾ നല്ല എന്താണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഓക്കെ ഗൈസ്, ഇത്ര എടുത്താൽ പോരെ, എന്തെങ്കിലും എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇതിന് ഉള്ളി ഇങ്ങനെ എടുക്കുന്നത്. മധുരം ഉണ്ടാവില്ല. അത്ര മതി ഗൈസ്. നമുക്ക് വെള്ളമുണ്ട് ഗൈസ്. ഇതിന് നല്ല വെള്ളമുണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് ഭയങ്കര ഈ ഒരു പ്ലാന്റ് ഇവിടെ വെച്ചാൽ നല്ല ചൂടാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല എടുത്തതേ ഇല്ല. വീടുന്നല്ലേ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ടാൻ അടിച്ചിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എനിക്കൊരു സൺസ്ക്രീൻ ഇല്ലാട്ടോ ഗൈസ്, വാങ്ങണം. ടൈംസ് ഫോർ ബൈങ് സൺസ്ക്രീൻ ബിക്കോസ് ഇവിടെ നല്ല ഹെവി ചൂടാണ് ഗൈസ്. ഈശ്വരായിട്ട് നിങ്ങൾ ചില കോമഡി പോലെ സംസാരിക്കണം. പക്ഷെ ഇന്ന് നോമ്പല്ലേ, പക്ഷെ എല്ലാവരും റെസ്റ്റിലാണ്. ഉച്ചായതായിട്ട് അവരൊക്കെ ഇരിക്കാം. നോമ്പായതുകൊണ്ട് വെളുപ്പിനെണീറ്റ് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ദിസ് ഓൾസോ ഫിനിഷ്. നിങ്ങൾ അതിന് ഫുൾ എടുക്കുന്നു പറയല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ആണ് വെച്ചത്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമുക്ക് ഉണ്ടാക്കി ക്യൂട്ട് കോർക്കാണ് നമുക്ക് കഴിക്കാം. സോയമീൻ ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ലൈവ് പോയാലാണ്. വാട്ടർ ഒപ്പീനിയൻ നിങ്ങളെല്ലാവരും കാണും. പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ദിസ് ഇസ് എ കപ്പ് ഓഫ് വാട്ടർ. ഓക്കെ, അതായത് നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെക്കണം. കുറച്ച് അതിന് അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. 2 മണിക്കൂർ വെക്കണം. അപ്പൊ ഓക്കെ കണ്ടു ഗൈസ്, ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സവാള അരിയാണ്. നമുക്ക് ടൈമില്ല. വീഡിയോ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. നമ്മള് കോളിഫ്ലവർ ഇങ്ങനെ എടുക്കാം. നമുക്കിത് ഓരോരോ പീസാണ്. നമ്മളാണ് ഇത്ര കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് നമുക്ക് വെള്ളപ്പൊടി ഇട്ട് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബിരിയാണി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ആളുകൾ എടുക്കാൻ ഇപ്പൊ തിളച്ച കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചത്. റൈസ് എനിക്ക് നല്ല ഇഷ്ടമായി. ടേസ്റ്റ് ഉണ്ട്. ഈ നെയ്യൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് തക്കാളി സവാള വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം വാടി കഴിഞ്ഞിട്ട് വേണം ഈ കോളിഫ്ലവർ അല്ല അതിക്ക് പിന്നെ മറ്റേ പൊടികളൊക്കെ ഇട്ടിട്ട് കോളിഫ്ലവർ ഇടണം. സോസ് ഒഴിക്കാം. സോസാണ് ഇതിൽ മെയിൻ. അപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട്. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നു എല്ലാം ഉണ്ടായിക്കാൻ ഞാൻ കിടക്കാം റെസ്റ്റ് എടുക്കാൻ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കോളിഫ്ലവർ. നല്ല മണം തന്നെയുണ്ട്. ടേസ്റ്റ് അടിപൊളിയായിരിക്കും.
ദിസ് ഈസ് മൈ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം അല്ലേ? നമുക്കപ്പോൾ കഴിച്ചിട്ട് വരാം. ഇത് കഴിക്കാൻ പോവാ ലൈറ്റ്. ഓക്കെ, അടിപൊളി, ഇഷ്ടായി. ആ സോസും കൂടി ഇട്ടപ്പോ അതിലൂടെ ഇഷ്ടം. അയ്യാമത് എനിക്ക് നല്ല ഇഷ്ടം. കോളിഫ്ലവർ നല്ല ഇഷ്ടം. ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. സലാഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കോളിഫ്ലവർ അത്ര എരിവില്ല. എരിവ് പറ്റില്ല. ഗൈസ് അടിപൊളി. ഗൈസ് നമ്മൾ സോസ് ഇട്ടേ.